എന്താണ് വീഡിയോ ഒന്നും വരാത്ത, എന്താണ് പുതിയ അപ്ഡേഷൻ എന്ന് ചോദിക്കുന്നവർക്കുള്ള വീഡിയോ ആണിത്. ഓക്കെ, ഫുള്ളായിട്ട് കണ്ടത്. നമ്മൾ ഇവിടെ ഡൽഹിയിൽ പരിപാടി തുടങ്ങിയ സമയത്ത് തന്നെ നമ്മളടുത്ത് ആദ്യമായിട്ട് വിശ്വസിച്ച് നമുക്ക് പൈസ അയച്ചെന്ന ഒരു ഫാമിലി ഉണ്ട്. ആ ഫാമിലിയാണ് നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് കസ്റ്റമർ. അത് ഞാൻ എൻ്റെ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, അവരെ പേര്, അവരെ കാര്യങ്ങളൊക്കെ നമ്മൾ കോൺടാക്റ്റിലുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വരുമ്പോൾ, കേരളത്തിൽ വരുമ്പോൾ എന്തായാലും അവരെ കാണാൻ പോകണം എന്നുള്ളത് 100% ഉറപ്പിച്ച കാര്യം. അപ്പോൾ അവരെ കാണാൻ പോയി, ഞാൻ കഴിഞ്ഞ തമിഴ്നാട് വരവിന് അവരെ കാണാൻ പോയിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ തൃശ്ശൂരാണ് ഒരു സ്ഥലം. അപ്പോൾ തൃശ്ശൂർ തന്നെ പന്നിത്തടം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഏകദേശം സാധനങ്ങൾ, ഒരു കട ഒഴിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് സാധനങ്ങളും, ഈ രണ്ട് വീഡിയോയും ഇതിൻ്റെ കൂടെ ലിങ്ക് ആയിട്ടുണ്ട്. കണ്ടു നോക്കി, ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഷോപ്പിലുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടാവും. പിന്നെ ആ ഫാമിലിയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുകയും ചെയ്യാം. ഓക്കെ, മാർക്കറ്റ് ജീനാണ്, അജയ് ആണ് എൻ്റെ പേര് കേട്ടോ. അപ്പോൾ നമ്മൾ ഡൽഹിയിൽ നിന്ന് പോന്നു. ഇപ്പോൾ വീട്ടിലാണുള്ളത്, എൻ്റെ വീട്ടിലാണുള്ളത്. സംഭവം എന്താ വെച്ചാൽ, നമുക്ക് വേറൊരു ബിഗ് ന്യൂസ്, ഒരു വലിയ സംഭവം റെഡി ആയിട്ടുണ്ട്. വലിയ സംഭവം, എനിക്ക് വലിയ സംഭവമാണ്. കാരണം നമുക്കൊരു ഇൻ്റർനാഷണൽ യാത്രയ്ക്കുള്ള സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിന് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പുറകെ ഇരുന്ന് കുറച്ചായിട്ട്. പിന്നെ ഡൽഹി ഫുള്ളായിട്ട് വിട്ടിട്ടില്ല. ഡൽഹിയിൽ ഇപ്പോൾ പോകുന്ന ആൾക്കാർ വിളിക്കലുണ്ട്. ചില ആൾക്കാർക്ക് നമ്മൾ വീഡിയോ കോൾ ചെയ്ത്, ഗ്രൂപ്പ് വീഡിയോ കോൾ ചെയ്തിട്ട് സാധനങ്ങൾ എടുത്തു കൊടുക്കലുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് വേണ്ടി എടുത്തു തരാൻ വേണ്ടി 1-2 ആൾക്കാർ, നമുക്ക് അത്രയും സുഹൃത്ത് ബന്ധമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർ വഴി നമ്മളെ എടുത്തു കൊടുക്കുന്നുണ്ട്. പിന്നെ പല ആൾക്കാർക്കും പേടിയുള്ളവരുണ്ട്, അവരെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് അയക്കാം. അപ്പോൾ നമ്മളെ അക്കൗണ്ട് ത്രൂ നമ്മൾ ക്യാഷും ട്രാൻസാക്ഷൻ ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ ഒരുപാട് ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് ഇപ്പോൾ നിർത്തി വെച്ചിരിക്കുക തൽക്കാലം. പിന്നെ നമ്മൾ പോകുന്ന കൺട്രി എല്ലാ സംഭവം ക്ലിയർ ആയി കഴിഞ്ഞാൽ അതിൻ്റെ പക്ക ഡീറ്റെയിൽ നമ്മൾ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. പിന്നെ ഇനി പറയാനുള്ളത് എന്താ വെച്ചാൽ, പിന്നെ എടുക്കാൻ പോകുന്നവർ എപ്പോഴും നിങ്ങൾ ഒരു ശ്രദ്ധിക്കുക. നിങ്ങൾ ആദ്യം അവിടെ എടുക്കാൻ പോകുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഓടി കയറി വീഡിയോ കണ്ട് ആ മാർക്കറ്റ് പോയിട്ട് ആ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യല്ല ആദ്യം വേണ്ട. ആദ്യം നിങ്ങൾ കൊറിയർ ഓഫീസ് കണ്ടുപിടിക്കുക. കൊറിയർ ഓഫീസ് അല്ലെങ്കിൽ ഒരു VR ട്രാൻസ്പോർട്ട് ഓഫീസ് നിങ്ങൾ കണ്ടുപിടിച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് അവിടുന്ന് അയക്കാനുള്ളത് നിങ്ങളെ ഇതിൻ്റെ അടുത്തുണ്ടോ, ഇതെല്ലാം കണ്ടുപിടിച്ച് വെച്ചതിന് ശേഷം മാത്രം പോയിട്ട് പർച്ചേസ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കടക്കാരെ ഏൽപ്പിക്കേണ്ടി വരും. അതിലൊരുപാട് ബുദ്ധിമുട്ട്. ഇപ്പോൾ ലാസ്റ്റ് ഞാനിങ്ങോട്ട് വരുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മളെ ഒരു ചേട്ടൻ വിളിച്ച് പറഞ്ഞിട്ട് നമ്മൾ സദർ ബസാറിലുള്ള ഷോപ്പിൽ ഞാൻ പോയി സംസാരിച്ചു. പക്ഷേ സാധനം കിട്ടിയില്ല. സാധനം അവർ പറഞ്ഞ് അവർ ഫുൾ പാക്ക് ചെയ്ത് അയച്ചതെന്നാണ്. പിന്നെ നമ്മളെടുത്ത സാധനത്തിൽ കുറേ ചളി പിടിച്ച ഐറ്റംസ് കയറി, അങ്ങനെയുള്ള കുറേ വിഷയംസ് എപ്പോഴും ഉണ്ടാവലുണ്ട്. നമ്മളവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു തോത് കുറയും. ഇപ്പോൾ 25,000 50,000 പറ്റിക്കാനോട് ചിലപ്പോൾ 1000 രൂപയോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു എമൗണ്ടിൻ്റെ ആ ഒരു ചേഞ്ച് വരും. അധികം നമ്മൾ മാക്സിമം നോക്കലുണ്ട്. എവിടെയെങ്കിലും ഒരു 1-2 സ്ഥലത്തൊക്കെ നമുക്കും പറ്റലുണ്ട്, സാധനം പറ്റലുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ പോയി കഴിഞ്ഞാലും തിരിച്ചു വരുമ്പോൾ എന്തായാലും ഡൽഹി നമ്മളെ ഫേവറേറ്റ് മാർക്കറ്റാണ്. കാരണം ഡൽഹി കണ്ടാൽ തീരില്ല, അത്രയും ഉണ്ട് മാർക്കറ്റ് പറഞ്ഞാൽ ഡൽഹി മാർക്കറ്റ് അങ്ങ് കിടക്കുകയാണ്, ഇങ്ങനെ കടൽ മാതിരി. അതും പുതിയ പുതിയ സാധനങ്ങൾ വരുന്തോറും എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടേ നിൽക്കുന്ന ഒരു മാർക്കറ്റാണ് ഡൽഹി മാർക്കറ്റ്. അപ്പോൾ അത് നമുക്ക് ഒരിക്കലും കണ്ടാൽ തീരുമില്ല. നമ്മൾ ഒരിക്കലും ഒരു എന്താ പറയുക, ബാക്കിയുള്ള മാർക്കറ്റിനെ അപേക്ഷിച്ച് ദ ബെസ്റ്റ് അത് തന്നെ പറയുള്ളൂ. ഇന്ത്യയിലെ ബിഗ്ഗസ്റ്റ് മാർക്കറ്റ്. അതിൽ സ്കാം വളരെ കൂടുതലാണ്, അതിനെക്കൊണ്ടാണ് സ്കാമേഴ്സ് വളരെ കൂടുതലാണ്. അതിനെക്കൊണ്ടാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം പറയുന്നത്. നമ്മൾ ഒരാളെയും പ്രൊമോട്ട് ചെയ്ത് തരാത്തോ അതിനെക്കൊണ്ടാണ്. ഷോപ്പിൻ്റെ നമ്പർ ചോദിക്കണവരോട് ഞാൻ പറയും, നമ്പർ ഞാൻ തരാം, നിങ്ങൾ വിളിച്ചോ മേടിച്ചോ, പക്ഷേ ഞാൻ ഉത്തരവാദി ആയിരിക്കില്ല. അത് 100% ഞാൻ വിട്ടു പറയലുണ്ട്. നമ്മൾ എടുത്ത് ചെയ്യുന്ന സാധനത്തിൽ തന്നെ എന്തെങ്കിലും അപാകത വരുമ്പോൾ ഞാൻ അടുത്തതിൽ എന്തെങ്കിലും കാണിച്ച് ഞാൻ ക്ലിയർ ചെയ്ത് കൊടുക്കാൻ ഞാൻ മാക്സിമം ശ്രദ്ധിക്കലുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു സംഭവം നമ്മൾ ഒഴിവാക്കിയിട്ടില്ല. നമ്മളിപ്പോൾ എന്തായാലും ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പ്ലാൻ ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോസ് വരാത്തത്. അപ്പോൾ ആ ഡേറ്റ് കാര്യങ്ങളെല്ലാം ക്ലിയർ ആയതിനു ശേഷം എങ്ങോട്ടാണ് എന്താണ് പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. പിന്നെ നിങ്ങൾ ചിന്തിക്കേണ്ടാവും, നീ ഇപ്പോൾ ഇൻ്റർനാഷണൽ ട്രിപ്പ് പോയിട്ട് ഞങ്ങൾക്കിപ്പോൾ എന്താ ഗുണം? അപ്പോൾ എന്നോട് ചോദിച്ച ഓരോ ചോദ്യത്തിൻ്റെ പേരിലാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ, ഇപ്പോൾ ഡൽഹിയിൽ പോയതും അവിടുന്ന് സാധനം എടുക്കാൻ പോയതും പിന്നെ അവിടുന്ന് സാധനം എടുത്ത് അയക്കാൻ തുടങ്ങിയതും അവിടുത്തെ ഓരോരോ കാര്യങ്ങളെ പറ്റി ആ ഒരു എന്താ പറയുക, ഓരോരുത്തർ ചോദിച്ച ചോദ്യത്തിൽ നിന്നാണ് നമുക്ക് ഓരോരോ. അപ്പോൾ അതേമാതിരി നമ്മളെടുത്ത് വിളിച്ച് ചോദിച്ച ആൾക്കാർ ചോദിച്ചാൽ നിങ്ങൾ വേറെ സ്ഥലത്തേക്കൊന്നും പോകുന്നില്ല, വേറെ മാർക്കറ്റൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെ. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചപ്പോൾ ഓക്കെ, വേറൊരു മാർക്കറ്റ് പോകാം. അങ്ങനെയാണ് തമിഴ്നാട് മാർക്കറ്റ് പോയത്. പക്ഷേ അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ടീം വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ദുബായിൽ നിങ്ങൾ ഉണ്ടായിരുന്നില്ല, അപ്പോൾ ആ മാർക്കറ്റൊന്നും നിങ്ങൾ കവർ ചെയ്തില്ലായിരുന്നോ? പിന്നെ വേറെ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് വലിയ വലിയ മാർക്കറ്റുള്ള രാജ്യങ്ങളില്ലേ, അവിടെയൊന്നും നിങ്ങൾ കവർ ചെയ്യുന്നില്ല ചോദിച്ചു. അപ്പോൾ എനിക്ക് സ്ട്രൈക്കായി. കാരണം ഇന്ത്യ മാർക്കറ്റ് പറഞ്ഞാൽ നമ്മൾ ജനിച്ചു വളർന്ന മാർക്കറ്റ്, നമുക്ക് എപ്പോൾ വേണമെങ്കിൽ കയറി അടിക്കാൻ പറ്റുന്ന മാർക്കറ്റാണ് ഇന്ത്യ മാർക്കറ്റ്. അപ്പോൾ പുറത്തുള്ളൊരു മാർക്കറ്റിൽ നമ്മൾ പോയാൽ അവിടുന്ന് എങ്ങനെയൊക്കെ സാധനം നാട്ടിലേക്ക് അയക്കുക, അവിടുന്ന് അയക്കാൻ എന്തൊക്കെ കോസ്റ്റ് വരും, അവിടെ ഹോൾസെയിൽ മാർക്കറ്റ് ഉണ്ടോ,
അവിടുത്തെ ഹോൾസെയിൽ മാർക്കറ്റിൽ എങ്ങനെയൊക്കെയാണ് പ്രൈസ്. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ അവിടുന്ന് ഒരു സിംഗിൾ പീസ് ഒരാൾക്ക് വേണം, ആ സിംഗിൾ പീസ് വേണമെന്ന് പറയണ ആൾക്ക് എങ്ങനെ ആ സാധനം നമുക്കിപ്പോൾ ദുബായിലൊക്കെ ഉള്ള ആൾക്കാർ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ എന്താ പറയുക, ഞങ്ങൾക്കൊന്നും ദുബായിൽ നിന്ന് അയച്ചു തരാൻ ആരുമില്ല. അപ്പോൾ ആ ഒരു ഓപ്ഷനൊക്കെ അവിടെ കിടക്കുന്നുണ്ട് ദുബായിൽ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇപ്പോൾ സിംഗിൾ പീസ് വേണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ദുബായിൽ നിന്ന് എൻ്റെ മോക്ക് ഇന്ന ഒരു ബർത്ത്ഡേക്കോ അല്ലെങ്കിൽ ഇന്ന സാധനത്തിന് ഒരു ഗിഫ്റ്റ് അവിടുന്ന് ഒരു സാധനം വേണം എന്ന് പറയുമ്പോൾ അവിടെയൊക്കെ ഓപ്ഷൻസ് ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അവിടെ ഒരു നല്ലൊരു ഓഫർ വേറൊരു കമ്പനി തന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ എന്താണെങ്കിലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള മാർക്കറ്റുകൾ എന്തായാലും ഞാൻ കാണിക്കും. പിന്നെ അവിടുന്ന് എങ്ങനെയൊക്കെ നമുക്ക് ഇങ്ങോട്ട് സാധനം എത്തിക്കുക, ഏതൊക്കെ രീതിയിൽ എത്തിക്കുക, എത്ര കോസ്റ്റ് കുറച്ച് എത്തിക്കുക, ഈ സാധനങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യും. ഫസ്റ്റത്തെ എന്തായാലും 1-2 മാസം മാർക്കറ്റ് സ്റ്റഡി തന്നെ ആയിരിക്കും. ആ സ്റ്റഡി കഴിഞ്ഞിട്ടുള്ളൂ നമ്മൾ ഇറങ്ങുക, നേരെ പർച്ചേസിങ്ങിന് വേണ്ടി ഇറങ്ങുക. ആദ്യം എൻ്റെ വീട്ടിലേക്ക് തന്നെ ഞാൻ സാധനം അയച്ച് നോക്കും, എങ്ങനെ കിട്ടുന്നുണ്ട്, എത്ര ദിവസം കൊണ്ട് കിട്ടുന്നുണ്ട്, എന്തൊക്കെ ചിലവ് വരുന്നുണ്ട്. ഈ സാധനങ്ങളൊക്കെ നമുക്ക് അവിടുന്ന് അയച്ച് ഇവിടെ എത്തുമ്പോൾ, നമ്മൾ കയ്യിലേക്ക് എത്തുമ്പോൾ അത് നമുക്കിവിടെ ഓൺലൈനിൽ മേടിക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ നല്ല ബ്രാൻഡ് സാധനങ്ങളായിരിക്കും അവിടെ അധികം മാളിൽ, കാരണം ബെസ്റ്റ് ഇമ്പോർട്ടഡ് ക്വാളിറ്റി സാധനങ്ങളായിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പോൾ ആ സാധനം ഇവിടെ എത്തുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന അതേ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെയാണ് കിട്ടുന്നത്. ഈ സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതിന് ഇവിടത്തേനേക്കാളും ചിലവ് കുറവായിരിക്കും ഇവിടെ എത്തുമ്പോൾ. എന്തായാലും ചിലവ് കൂടുതലായിരിക്കും, പക്ഷേ എന്നാലും ക്വാളിറ്റി പ്രതീക്ഷിക്കുന്ന, അല്ലെങ്കിൽ ദുബായിൽ നിന്ന് ഇന്ന സാധനം വേണമെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് അതൊരു ഇതായിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിനെക്കൊണ്ട് ഈ യാത്ര എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ കുറച്ച് കാലം അവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞ് ഇവിടെ വന്നാൽ എന്തായാലും ഡൽഹി നമ്മൾ കയറും. പിന്നെ അതിന് ശേഷം നമ്മൾ ഇവിടെ ഒരു ചെറിയ പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിലും കൂടെ ഉണ്ടാവും എന്ന് വിചാരിക്കുക. നമുക്ക് ഇൻ്റർനാഷണൽ യാത്ര അവിടെ ആ രാജ്യത്തേക്ക് പോകുന്ന അന്ന് എന്തായാലും വീഡിയോ കയറും, നിങ്ങൾ കൂടെ ഉണ്ടാവും എന്ന് വിചാരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. അങ്ങനെ നമ്മൾ കൊടകരയിൽ നിന്ന് നേരെ വെള്ളിക്കുളങ്ങര പറഞ്ഞ സ്ഥലം, തൃശ്ശൂർ, ഇവിടേക്ക് വരാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഹോൾസെയിൽ തുടങ്ങി, നമുക്കിങ്ങനെ എൻക്വയറിയൊക്കെ വരാൻ തുടങ്ങി. പക്ഷേ ആൾക്കാർ അങ്ങനെ നമ്മളെ വിശ്വസിച്ച് സാധനം എടുക്കുന്നില്ല. അപ്പോൾ ഫസ്റ്റ് ടൈം നമ്മളെ വിശ്വസിച്ച് ഒരു ഫാമിലി സാധനം എടുക്കുന്നത് അത് ഇവിടെ ഉള്ള ഈ വെള്ളിക്കുളങ്ങരയുള്ള ഒരു രേഖ ചേച്ചി, രാജേഷ് ഏട്ടൻ, അവരാണ് നമ്മളെ വിശ്വസിച്ച് ആദ്യമായിട്ട് സാധനം എടുക്കുന്നത്. അപ്പോൾ അന്ന് നമ്മൾ തീരുമാനിച്ചാണ് എന്തായാലും നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവരൊന്ന് വന്ന് കാണണം. കാരണം നമുക്ക് അത്രയും നമ്മളെ സപ്പോർട്ട് ചെയ്ത്, നമ്മൾ ഡൽഹിയിൽ നിന്ന് വേറെ ആരും നമുക്ക് ഓർഡർ തരുന്നില്ല. അപ്പോൾ ഓർഡർ ആദ്യമായിട്ട് തന്ന്, അപ്പോൾ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ ഞാൻ പുള്ളിക്കാരത്തിനോട് ചോദിച്ച് എന്തായിരുന്നു അന്ന് നമ്മളെ വിശ്വസിച്ച് അങ്ങനെ തരാനുള്ളൊരു കാരണം. അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾക്ക് എന്തായാലും പർച്ചേസ് ചെയ്യാൻ പോകണമെങ്കിൽ അത്രയും പൈസ ചിലവാകും. അത് കൂടാതെ പുള്ളിക്കാരൻ വന്നിട്ടോ, പുള്ളിക്കാരൻ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ, ബാക്കി നമുക്ക് അവിടേക്ക് എത്തിയിട്ട് കാണാം. അപ്പോൾ ഫൈനലി നമ്മൾ റീച്ച് ചെയ്തിട്ടോ. ഇതൊക്കെയാണ് നിങ്ങൾ സെയിലിന് നിങ്ങൾക്ക് സ്ഥലമില്ല, അതില്ല, എങ്ങനെ തുടങ്ങേണ്ടതെന്ന് അറിയില്ലാന്നല്ലേ. ഇവർ കോഴീൻ്റെ ഇതടക്കം ചെയ്തിട്ട് ഒന്നിച്ചാണ്ടോ ഒരു സെയിൽ ചെയ്യുന്നത്. അതൊക്കെയാണ് നമുക്കുള്ള മോട്ടിവേഷൻ. അതിനെക്കൊണ്ടാണ് നമ്മൾ വരെ എന്തായാലും കാണാൻ വരണം എന്നുള്ളത് തീരുമാനിച്ചത്. ഓക്കെ, ഇതാണ് രേഖ ചേച്ചി, അതാണ് ചേട്ടൻ, ഇതാണ് പിള്ളേരിട്ടാ. മോനും ഉണ്ട്, മോടെ കട അടച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവർ ഭാര്യ ഭർത്താവിൻ്റെ ഒത്തൊരുമയിലാണ് ഈ പരിപാടി പോകുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ഈ സംഭവമൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഉണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾക്കൊരു ഐഡിയ വേണം, എങ്ങനെയൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം. അപ്പോൾ ഇവർക്കിപ്പോൾ അത്ര ഉള്ള സ്ഥലത്ത് അവർ താമസിക്കുന്ന അവിടെയാണ്, ഉള്ള സ്ഥലം വെച്ചിട്ട് അവർ ഇത്രയും ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനേക്കാളൊക്കെ സ്ഥലമുള്ളവർക്ക് എന്തൊക്കെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ സ്ഥലം നിങ്ങൾക്കൊന്ന് കാണിക്കണം. ഇവരെന്നെ നമ്മളെ മോട്ടിവേഷൻ ഇവരാണ്. അപ്പോൾ അവരെന്തായാലും വന്ന് കാണണം. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ നമ്മളെ ഇറങ്ങി വന്നിട്ടുള്ളതെന്ന്. ഒന്നിപ്പോൾ കഴിഞ്ഞ് ലേറ്റായി, എത്രയും ലേറ്റായി, പെട്ടെന്ന് പോകണം. നാളെ നമുക്ക് വൈകുന്നേരത്തേക്ക് അവിടെ തിരിച്ചു പോകാനുള്ളതാണ് ഡൽഹിക്ക്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള ഇവരിപ്പോൾ പുതിയതായൊരു സ്ഥലം മേടിച്ചിട്ടുണ്ട്. പിന്നെ ഷോപ്പ് ഇവിടുന്ന് മാറ്റാനുള്ള പരിപാടി ഉണ്ട്. ഇപ്പോൾ നമ്മൾ അയച്ചതിൽ കുറച്ച് സാധനങ്ങളും കൂടി ഇവർക്ക് തീരാനുള്ളൂ, ബാക്കിയൊക്കെ ഒരുവിധം അവർ സെയിൽ ചെയ്ത് തീർത്തുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാനുള്ള മനസ്സാണ് ഫസ്റ്റ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് തൃശ്ശൂർ അക്കിക്കാവ് പന്നിത്തടം എന്ന് പറഞ്ഞ സ്ഥലത്താട്ടാ. നമ്മളെടുത്തുനിന്ന് സാധനം എടുത്തിട്ടുള്ള നമ്മളോട് വരുമ്പോൾ പറയലുണ്ട് ഒന്നുകൂടെ വരണം, കാരണം നമ്മൾ അയച്ചതിൽ കുറച്ച് മൂപ്പർക്കുള്ള മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ സാധനം എനിക്ക് ഒന്ന് കാണിച്ചു തരണം, വേറെ ഒന്നുമില്ല, ഒന്ന് കാണണം. അപ്പോൾ അടുത്ത പ്രാവശ്യം എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ഇത് മനസ്സിലാവണല്ലോ. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഷോപ്പിലേക്ക് നമ്മൾ വന്നാണ്. സൺഷൈൻ അബ്ദുക. ഓക്കെ, അബ്ദുക്കേട്ടെ. അപ്പം എൻ്റെ പേര് മാറിപ്പോയത്, അബ്ദുക്ക എന്നാണ് മൂപ്പരുടെ പേര്. അതൊക്കെ നമ്മൾ കൊടുത്തയച്ചുള്ള സ്റ്റോക്ക് കേട്ടോ, അതൊക്കെ നമ്മൾ കൊടുത്തയച്ചുള്ള സ്റ്റോക്കിൽ വരുന്ന സാധനങ്ങളാണ്. അപ്പോൾ ചെരുപ്പ് മാത്രമല്ല, പുള്ളിക്കാരൻ മൊത്തത്തിൽ കട കാലിയാക്കണത് പരിപാടി കേട്ടോ. അപ്പോൾ പുള്ളിക്കാരെപ്പോഴാണ് പറഞ്ഞത് മൊത്തം മൂപ്പര കയ്യിലുള്ള തുണി, കുട്ടികളുടെ ഡ്രസ്സ് ഇട്ടിട്ട് വലിയവരെ മാക്സി സാധനങ്ങൾ ഇട്ടിട്ട് നൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ട് ജെൻസിൻ്റെ ടീഷർട്ട്, കിഡ്സിൻ്റെ ടീഷർട്ട്, ഇതെല്ലാം കൂടി പുള്ളിക്കാരൻ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റ വിലയ്ക്ക്, ഓക്കെ,
ഒറ്റ വിലയ്ക്ക് നിങ്ങൾക്ക് സാധനം സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മൂപ്പര് ഒരു പ്രൈസ് നിങ്ങൾ പറയുക, നിങ്ങളിവിടെ വന്ന് സാധനം കണ്ടു വെക്കുക. കറക്റ്റ് പന്നിത്തടം എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ, അക്കിക്കാവ് പന്നിത്തടം സെൻറ്ററിലാണ്. പുള്ളിക്കാരൻ്റെ കോൺടാക്ട് നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ടീഷർട്ട്, ജെൻസിൻ്റെ ടീഷർട്ട് വരും, കിഡ്സിൻ്റെ ടീഷർട്ട് വരും. ഇതൊക്കെ നല്ല ഹെവി ക്വാളിറ്റി സാധനം കേട്ടോ, നല്ല മെറ്റീരിയലാണ്. നല്ല മെറ്റീരിയൽ സാധനം അവർ ഇവിടെ 200 റുപ്യക്ക് ഇവർ സെയിൽ ചെയ്യുന്ന സാധനം. അപ്പോൾ നിങ്ങൾക്ക് ഒരു റേറ്റ് ഒരു ഇപ്പോൾ റീറ്റെയിലാണ് അവർ പറഞ്ഞത് 200 രൂപയ്ക്ക് അവർ സെയിൽ ചെയ്യുന്ന സാധനമാണെന്ന്. അതിന് മാത്രമുള്ള മെറ്റീരിയൽ ഉണ്ട്, നമ്മൾ ദുബായിൽ നിന്ന് കൊണ്ടുവരുന്ന ആ ഒരു മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി ഉണ്ട് ഇതിനൊക്കെ. അപ്പോൾ അതിൻ്റെ പോക്കറ്റ് ഉള്ള ടൈപ്പും ഉണ്ട്, പോക്കറ്റ് ഇല്ലാത്ത ടൈപ്പും ഉണ്ട്. അപ്പോൾ ഈ ഒരു സാധനം ഇത് എത്ര പ്രൈസിൻ്റെ ഉണ്ടെന്നുള്ളത് നിങ്ങളിവിടെ വന്നൊരു ആവറേജ് കണക്ക് നോക്കിയിട്ട് ഈ കട കാലിയാക്കുന്ന ഈ പ്രോസസ്സ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുള്ളിക്കാരനായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ആ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ, അബ്ദുള്ളാഖൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഷോപ്പിൽ നിന്ന് എന്തൊക്കെ ആവശ്യമുണ്ടോ അത് ഫുള്ള് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുക. ഒരുവിധം ചെരുപ്പുണ്ട്, ഡ്രസ്സ് ഐറ്റംസ് എല്ലാം ഉണ്ട്. നല്ല അടിപൊളി ടീഷർട്ടൊക്കെ ഉണ്ട് കേട്ടോ, നല്ല ഹെവി ക്വാളിറ്റി സാധനങ്ങൾ. ടീഷർട്ടിലൊക്കെ 2-3 പ്രിൻ്റൊക്കെ വരുന്ന ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഐറ്റം നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യും. ഇതിൻ്റെ ഇടയിൽ ഞാനില്ല, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡയറക്റ്റായിട്ട് കേട്ടോ കോൺടാക്റ്റ് പുള്ളിക്കാരനായിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. നമ്മളിവിടെ വെച്ച് നിർത്തിയിട്ട് നമുക്കിനി മാളയിൽ നമ്മൾ അടുത്തൊരു ആളും കൂടി ഉണ്ട്, പുള്ളിക്കാരനൊന്ന് പോയി കാണാണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മളിപ്പോൾ ബൈ പറഞ്ഞ് പോകും. ഓക്കെ, ഇതിൽ തന്നെ നല്ല നമ്മളെ ഇതിൻ്റെ സ്പോർട്സ് വിയേഴ്സ് ആട്ടോ ഇതൊക്കെ നല്ല ട്രൗസേഴ്സ്, ഷോർട്സാണ്. ഈ ടൈപ്പ് സാധനങ്ങളും ഇതിൽ വരുന്നുണ്ട്. നിങ്ങൾക്കുള്ള കട കാലിയാക്കുന്ന ഈ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏത് ഐറ്റമാണ് വേണ്ടെങ്കിലും നിങ്ങൾക്കിപ്പോൾ ഒരു ഐറ്റം മാത്രം മതി, അല്ലെങ്കിൽ ഇപ്പോൾ ഷോർട്സ് മാത്രം മതി, എന്താണെങ്കിലും നിങ്ങൾ ഡയറക്റ്റായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ അതിനുള്ള ഒരു മിതമായ റേറ്റ് ഇട്ടിട്ട് പുള്ളിക്കാരന് നിങ്ങൾക്കും ലാഭമുള്ള രീതിയിൽ ഒരു റേറ്റ് ഇട്ടിട്ട് പുള്ളിക്കാരൻ തരും. ഓക്കെ, അപ്പോൾ നമ്മൾ വന്ന സ്ഥാപനത്തിൻ്റെ പേര് മറക്കണ്ട, സൺഷൈൻ ഡെയിലി വിയേഴ്സ് ആൻഡ് ഹോം സെൻറ്റർ, അക്കിക്കാവ് റോഡ്, പന്നിത്തടം. അതാണ് പുള്ളിക്കാരൻ്റെ നമ്പർ, ഫോൺ നമ്പർ അതാണ്. അത് കൂടാതെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഐറ്റം നിങ്ങൾക്ക് ഇവിടുന്ന് കട കാലിയാക്കുന്ന ഈ പ്രോസസ്സിൽ നിങ്ങൾക്ക് ഏതൊക്കെ ഐറ്റം വേണോ മുഴുവൻ എടുത്തുകൊണ്ട്. ഓക്കെ.